Friends, welcome to my college programs. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാളിദാസൻ എന്നുള്ള ഒരു സെഷനാണ്. കാളിദാസനെ പറ്റി എല്ലാവർക്കും അറിയാലോ. അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് നമ്മുടെ ഇതിഹാസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാവ്യങ്ങളാണ് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം. അതുകൊണ്ട് തന്നെ കാളിദാസൻ എല്ലാവർക്കും അറിയായിരിക്കും. അതേപോലെ കാലത്തിൻ്റെ ദാസൻ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ നിരൂപണ ശൈലി വളരെ എല്ലാവരും എഴുതാനുള്ള എസ്സേയൊക്കെ എഴുതുകയാണെങ്കിൽ ഇഷ്ടം പോലെ എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സാഹിത്യം ദെൻ പ്രസംഗകല. ഓക്കെ, അപ്പോൾ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ അത് എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കാളിദാസനെ പറ്റി നമ്മളോട് പറയുന്നത് ആരാണ്? ജോസഫ്. ഓക്കെ, ജോസഫ് മുണ്ടശ്ശേരിയാണ് എഴുതുന്നത്. കൂടാതെ പിന്നെ ജോസഫ് മുണ്ടശ്ശേരിയുടെ നിരൂപണ ശൈലിയെ ജോസഫ് മുണ്ടശ്ശേരിയുടെ നിരൂപണ ശൈലി വ്യക്തമായി നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. കവിയും കാലവും തമ്മിലുള്ള ബന്ധം കൃതിയിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലെ മൂലകഥയിൽ നിന്നും കാളിദാസൻ വരുത്തിയ മാറ്റം, നമ്മുടെ ഇതിഹാസ കാവ്യം മഹാഭാരതം എഴുതിയത് കാളിദാസൻ അല്ലെ. മഹാഭാരതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാറ്റം വരുത്താണ്ട് സാമൂഹ്യ സാഹചര്യത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇത് എഴുതിയത്. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയെ പറ്റി നമുക്ക് നോക്കാം. അധ്യാപകനാണ്, സാഹിത്യ നിരൂപകനാണ്, നിയമസഭ അംഗമാണ് ആര്? ജോസഫ് മുണ്ടശ്ശേരി. കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജോസഫ് മുണ്ടയുടെ ചേരുംപടി ചേർക്കാനും മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവാൻ പറ്റുന്നൊരു ഏരിയയാണ് ഏത്? കാലത്തിൻ്റെ ദാസൻ. നിരൂപണ ശൈലി കൊണ്ടും സാഹിത്യം കൊണ്ടും പ്രസംഗകല കൊണ്ട് ആര്? ജോസഫ് മുണ്ടശ്ശേരി. വളരെയധികം എല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെട്ടൊരു പ്രതിഭയാണ്. എങ്കിലും അതുകൊണ്ട് തന്നെ ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസ മന്ത്രി. എല്ലാ എഴുത്തുകാരും എന്തൊന്നല്ല, മന്ത്രിമാരൊക്കെ കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. കുറഞ്ഞ നല്ല വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ രാഷ്ട്രീയ തലത്തിലേക്കൊക്കെ നമ്മൾ എന്തായിട്ടുള്ളൂ അല്ലേ. പക്ഷേ ജോസഫ് മുണ്ടശ്ശേരി ആരായിട്ട്? വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ അത് ചേരുംപടി ചേർക്കാനുള്ളതിൽ മാക്സിമം വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് ജോസഫ് മുണ്ടശ്ശേരി ഇൻട്രൊഡക്ഷൻ ആണ് മിസ് പറയുന്നത്. പ്രസംഗ കലയിൽ നിന്നും ആർജിച്ച സവിശേഷ രീതിയോടെ പറയാനുള്ള വാക്ചാതുരി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സംസ്കാര സമ്പന്നനായൊരു സാധാരണ വായനക്കാരനൊരു സാഹിത്യകൃതി വായിച്ചാൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളും ശങ്കകളും ഉന്നയിച്ച് അവയെ പണ്ഡിതനായ എങ്ങനെ നേരിടുന്നു ചിത്രീകരിക്കുകയും ചെയ്യാം. പിന്നെ രൂപഭദ്രത, ഔചിത്യ ദീക്ഷ, നാടകാന്തം, കവിത്വം എന്നീ മനുഷ്യകഥ അനുയായികത്വം എന്നിവയാണ് മുണ്ടശ്ശേരി പ്രധാന സിദ്ധാന്തങ്ങൾ. രൂപഭദ്രത, ഔചിത്യ ദീക്ഷ അതൊക്കെ എന്താണ്? നമ്മുടെ ചേരുംപടി ചേർക്കാനൊക്കെ ചിലപ്പോൾ വരും. കാരണം അതൊരു എല്ലായിടത്തും കാണുന്ന വേർഡൊന്നുമല്ല. ഔചിത്യ ദീക്ഷ എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജോസഫ് മുണ്ടശ്ശേരി എന്ന് ചേരുംപടി മാച്ച് ദ ഫോളോയിങ്ങിൽ ചേർത്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഏകദേശം നിങ്ങൾ മനസ്സിലോർത്ത് വെക്കുക. അന്തരീക്ഷം, കാവ്യപീഠിക, മാനദണ്ഡം, പ്രയാണം, ഒറ്റ നോട്ടത്തിൽ, മനുഷ്യകഥാനുഗായികർ, കരിന്തിരി, രൂപഭദ്രത, കാലത്തിൻ്റെ കണ്ണാടി, രാജരാജൻ്റെ മാറ്റൊലി. അത് വായിക്കുന്നത് എന്താ മിസ്? ഇവിടെ ക്ലാസ്സിൽ വായിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ കേട്ട് വെക്കുക, ഇത് ഓർമ്മ വെക്കുക. ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് എഴുതണമെങ്കിൽ കുറച്ചൊരു ഓർമ്മ വേണം കേട്ടോ. പിന്നെ വായനശാലയിൽ 4 ആശാൻ കവിത ഒരു പഠനം, വെള്ളത്തോൾ കവിത ഒരു പഠനം എന്നിവ. ഓക്കെ, ഇതിൽ ഏതൊരു എഴുത്തുകാരനും സമൂഹത്തിൻ്റെ കൂടി സൃഷ്ടിയാണ് എന്ന് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തെ ആസ്പദമാക്കി സമർത്ഥിക്കുകയാണ് ജോസഫ് മുണ്ടശ്ശേരി. അതായത് സമൂഹത്തിൻ്റെ ആചാരവിശ്വാസങ്ങളാണ് കലയിൽ പ്രതിഫലിക്കുന്നത്. കവികൾ നിലം തൊടാത്ത അസാമാന്യ ആളുകളാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. കവികൾ അസാമാന്യനാണെന്ന് പറയാമെങ്കിലും അത് മാത്രമാണെന്ന് പറയുന്നു. തന്മൂലം തൻ്റെ ജീവിക്കുന്ന കാലഘട്ടത്താൽ സ്വാധീനിക്കപ്പെടാത്ത ഒരു എഴുത്തുകാരനും ഉണ്ടാവില്ല. അതതു കാലത്തെ സാമൂഹ മര്യാദകൾ എഴുത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ ആശയത്തെ മുൻനിർത്തിയാണ് ലേഖകൻ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തെ വിലയിരുത്തുന്നത് അല്ലേ. അഭിജ്ഞാന ശാകുന്തളത്തിൽ എന്താണ്? ശകുന്തളയും ദുഷ്യന്തൻ്റെയും കഥയാണ്. അതിൽ കാളിദാസൻ അത് വിവരിച്ചത് അത്രയും ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിച്ചൊരു കാവ്യമാണ് അഭിജ്ഞാന ശാകുന്തളം. അപ്പോൾ അത് നിരൂപണ ശൈലി വിമർശിക്കുന്നവരും നിരൂപണത്തിൽ അടിസ്ഥാനമാക്കി പറയുന്നവരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ കാളിദാസനെ അത്രക്കും മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിലും പിന്നെ അത് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഈ ആശയത്തെ ഏത് മര്യാദകൾ, അതായത് സാമൂഹിക മര്യാദകൾ എഴുത്തിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടാണ്. സമൂഹത്തിലുള്ള മര്യാദകൾ എഴുത്തിൽ, അതായത് ശകുന്തള പിന്നെ ഇവിടെ ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ വ്യക്തിത്വം അടിയറ വെക്കുന്നില്ല. അപ്പം അതൊക്കെ സമൂഹത്തിൽ
സ്ത്രീകൾക്ക് എന്താണ് വില ഉണ്ട് എന്ന് കാണിക്കുന്ന, സ്ത്രീകൾ എങ്ങനെ അടിച്ചമർത്തുള്ളവരല്ല എന്നാണ്. നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ അഭിജ്ഞാന ശാകുന്തളം? അതിലെന്താണ് ദുഷ്യന്തനും ശകുന്തളയാണ് നായകന്മാർ. ദുഷ്യന്തൻ ശകുന്തള മറന്നു പോവുകയാണ്. അതിൽ മറന്നു പോയിട്ട് അവസാനം ശകുന്തള തിരിച്ചെന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുക. രാജകൊട്ടാരത്തിൽ വരുമ്പോൾ നിന്നെ ഓർമ്മയില്ല കുലടാന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ശകുന്തളക്ക് ദേഷ്യം വന്നു. നമ്മൾ പറയാണ് നീ ഒരു ആനയാണെന്ന് നിന്റെ വിചാരം, നീ വെറും ഉറുമ്പിനത്രേ ഉള്ളൂ, എന്നെ ധിക്കരിക്കാൻ നീ ആരാന്നൊക്കെ തിരിച്ച് എന്താ സ്ത്രീകൾ അബലകളല്ല, ഞങ്ങൾക്കും ഞങ്ങളുടേതായ വ്യക്തിത്വം ഉണ്ട് എന്ന് കറക്റ്റ് ആ രാജധാനിയിൽ വെച്ച് എല്ലാവരെയും മുന്നിൽ ദുഷ്യന്തനെ ചോദ്യം ചെയ്യാൻ ആര് തയ്യാറായിട്ടുണ്ടെങ്കിൽ, ശകുന്തള തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ആരെഴുതിയതാണ്? കാളിദാസൻ. അന്നത്തെ സ്ത്രീകൾ അങ്ങനെയുള്ളവരാവണം എന്നുള്ളൊരു മെസ്സേജ് കൂടി അതിൽ വരുന്നുണ്ട്. അപ്പം അതെന്താണ്? ആ ഒരു സമകാലിക സമൂഹത്തിൽ അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളൊരു മെസ്സേജാണ്. അഭിജ്ഞാന ശാകുന്തളം അത്രത്തോളം മനോഹാരിതയോടെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. കൂടാതെ കാട്ടിൽ നായാട്ടിനിടെ കണ്ടുമുട്ടിയ മുനികന്യയെ രഹസ്യവിവാഹം കഴിച്ചിട്ട് ദുഷ്യന്തൻ കടന്നു കളയുന്നു. അവസാനം ഗർഭിണിയായ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ആളുകളെ അയക്കാമെന്നൊക്കെ, തൻ്റെ മകനെ ഭാവിയിൽ യുവരാജാവാക്കാമെന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ രാജാവ് ചെയ്തിരുന്നെങ്കിലും കണ്ണൻ സമീപത്ത് വേണ്ടപ്പെട്ടവരൊപ്പം അവളെ എന്നാൽ എത്ര പറഞ്ഞിട്ടും രാജാവ് പിന്നെ ഈ കാര്യമെന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇതോടെ ബന്ധുജനങ്ങളും അവളെ കൈവിട്ടു. കുറേ നാൾ കഴിഞ്ഞ് ശാപമോക്ഷം ലഭിച്ച രാജാവിന് ശകുന്തളയെ ഓർമ്മ വരികയും കാശ്യപാശ്രമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തതാണ് ശാകുന്തളത്തിൽ പറയുന്നത്. ഗന്ധർവ വിവാഹത്തിന് അടിസ്ഥാനമായ സാഹസിക അനുരാഗത്തിൻ്റെ പൊള്ളത്തരം ഇരുവരും തമ്മിലുള്ള വേർപാടിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് പരിണിത സ്നേഹമായി മാറിയിരിക്കുകയാണ് ഈ കഥയിൽ. മഹാഭാരതത്തിലെ ഈ ആഖ്യാനത്തിൽ പ്രണയത്തിൻ്റെ വിഷാദകരമായ മാതൃകയൊന്നും കൊണ്ടുവരുന്നില്ല. അക്കാലത്ത് രാജാക്കൻ കന്യകൾ പല വാഗ്ദാനവും കൊടുത്തിട്ടുണ്ടാവും. സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ നോക്കിയാൽ മഹാഭാരതത്തിലെ ശകുന്തള ഒന്നാം തൻ്റെ ഇടക്കാരിയായിരുന്നു അല്ലേ. സ്ത്രീപക്ഷ രീതിയിൽ നോക്കുമ്പോൾ ശകുന്തള സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ശകുന്തളയെ ജോസഫ് മുണ്ടശ്ശേരി എന്ത് ചെയ്യുന്നു? ശരിക്കും കാളിദാസൻ എഴുതിയതാണെങ്കിലും കാളിദാസൻ സ്ത്രീകളെ തൻ്റെടിയാക്കിയിട്ടാണ് അതിൽ അവതരിപ്പിക്കുക. ആരെ മുൻനിർത്തിയിട്ടാണ്? ശകുന്തളയെ മുൻനിർത്തിയിട്ടാണ്. അപ്പോൾ സ്ത്രീകൾ അബലകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആര്? കാളിദാസൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അല്ലേ, സാഹിത്യകാരൻ. അപ്പം അതാരാ പറയുന്നത്? ജോസഫ് മുണ്ടശ്ശേരിയാണ് ഈ ഒരു എഴുത്തിലൂടെ പറയുന്നത്. അതായത് കാൽപ്പനിക ലോകത്തിലെ പിന്നെ അമാനുഷികമായ ജീവിത മൂല്യങ്ങളൊക്കെ യഥാർത്ഥ ലോകത്തിലെ തികച്ചും മാനുഷികമായ ജീവിത മൂല്യങ്ങളാണ് മഹാഭാരത കർത്താവ് ആവിഷ്കരിക്കുന്നത്. മനുഷ്യൻ്റെ സ്വേച്ഛാധിപത്യത്തെയും അതിനായകത്തെയും സ്വാധൂകരിക്കാനും സ്ത്രീയുടെ തൻ്റെ ഇടവും അവകാശബോധത്തെയും താഴ്ത്തിക്കെട്ടി അവളെ വെറുമൊരു കാഴ്ചപ്പണ്ടമാക്കാനോ മഹാഭാരത കർത്താവ് തുനിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അത്തരം നിലപാടിൽ എഴുതാൻ പറ്റാത്ത ചില സാമൂഹ്യ വ്യവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല ലേഖകൻ പറയാം. തുടർന്ന് കാളിദാസൻ ഇതേ കഥയെ തനിക്ക് അഭിമതമായ മട്ടിൽ ഏറെ മാറ്റി തീർത്തു എന്നാണ് മുണ്ടശ്ശേരി പറയുന്നത്. അദ്ദേഹം ശാകുന്തളം കഥയെ ഉത്തമമായ ഗാർഹത്യ ദർശനത്തിന് ഉകർന്ന് മാറ്റി തന്നിരിക്കുന്നു അല്ലേ. അതായത് ഒരു ഗൃഹത്തിൽ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, ഭാര്യ ഒരിക്കലും എന്താക്കാൻ പാടില്ല, വിലയില്ലാത്തവളായി കാണരുത് എന്നുള്ളൊരു മെസ്സേജ് അതിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ വിരഹത്തിൻ്റെ അഗ്നിപരീക്ഷ കൊണ്ട് ശകുന്തള ദുഷ്യന്തന്മാരുടെ കാമപരിവേശപ്പെട്ട സംശുദ്ധിയിലേക്ക് ഉയർന്നു പോകുന്നു എന്നും ഫലത്തിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കും കാളിദാസൻ അനുരാഗത്തെ ഉയർത്തിയെന്ന് പറയുമ്പോൾ ടാഗോറും വിവക്ഷ ഇത് തന്നെ. ലേഖകൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ലേഖകൻ? നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരിയുടെ അഭിപ്രായത്തിൽ പിന്നെ വിരതിക്ക് ശേഷമുള്ള രതിയിൽ വിവേകിത ഉണ്ടാവാം, പക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം വേണ്ട എന്ന ഒന്നാണ് പ്രേമം. ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം വേണ്ട ഒന്നാണ് പ്രേമം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാകാനുള്ള തിടുക്കത്തിൽ തൻ്റെ കാമവികാരത്തിനുമേൽ വെച്ചുകെട്ടുന്നതാണ് ഒന്നാണ് പ്രേമം. കാമുകന്മാരുടെ ഹൃദയപ്പൊരുത്തത്തിൽ നിന്നുണ്ടാവുന്ന പ്രേമം പരസ്പരം ദേവീദേവന്മാരായി ആരാധിക്കാൻ ഇടയാക്കും. അപ്പോഴാണ് ഗാർഹത്യ ജീവിതം സാർത്ഥകമാകുന്നത്. ശകുന്തള ദുഷ്യന്തന്മാരുടെ ജീവിതം അത്തരം പരിണമിക്കട്ടെ എന്നും പറയുന്നു. പക്ഷേ ഈ നേട്ടത്തോടു കൂടി കാളിദാസൻ സമനിലയിൽ നിന്നിരുന്ന സ്ത്രീ പുരുഷയുടെ സാമൂഹ്യ ജീവിതത്തിന് തട്ടുമേലും കീഴുമാക്കി തീർത്തു എന്ന് ലേഖകൻ ആരോപിക്കുന്നു. പരിഗ്രഹിച്ച സ്ത്രീയെ ഉപേക്ഷിക്കുക എന്നത് എന്നാൽ ഇക്കാര്യത്തിൽ രാജാവിൻ്റെ സദസ്യനായിരുന്ന കാളിദാസന് ക്ഷത്രിയാധിഷ്ഠിതമായ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഇതേ കഴിയുമായിരുന്നുള്ളൂ. സ്ത്രീപക്ഷത്തു നിന്ന് വീക്ഷിക്കുമ്പോഴാണ് കാളിദാസനെ നിയന്ത്രിച്ച സാമൂഹ്യ ശക്തി
എന്ന് ശരിക്കും മനസ്സിലാക്കുക. ദുർവാസാവിൻ്റെ ശാപം തൊട്ടുള്ള എല്ലാ കെടുതികളും അനുഭവിക്കുന്നത് ശകുന്തളയാണ് അല്ലേ? ശരിയല്ലേ? ദുർവാസാവ് ശപിക്കുന്നത് ഒക്കെ ശകുന്തള. അപ്പോൾ സ്ത്രീ എന്ന നിലയിൽ ശകുന്തള ജീവിതത്തിലെ ഒരു പകുതി വരെ ശകുന്തള എന്തനുഭവിക്കുന്നു? പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. പിന്നീട് ശകുന്തള അത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, തനിക്ക് അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെ വളർത്തുന്നെങ്കിലും അവസാനം കുഞ്ഞുങ്ങൾ പല സ്ഥലത്തും അപമാനിക്കപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കും, ഞങ്ങൾ അച്ഛനെ കാണിച്ചു തരാം, ഞങ്ങൾ അച്ഛൻ ആരാണെന്ന് അവർ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ശകുന്തളക്ക് നാണക്കേട് തോന്നിയിട്ടാണ് ശകുന്തള അച്ഛനെ തെരഞ്ഞു പോകുന്നത്. രാജകൊട്ടാരത്തിലെത്തി നിങ്ങളുടെ മക്കളാണെന്ന് പറയുമ്പോൾ നിന്നെ എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ശകുന്തള നല്ല തൻ്റേടിയായ ഒരു സ്ത്രീയായിട്ട് അതിനെ എതിർത്ത് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് സ്ത്രീയെ ആരാ അവതരിപ്പിച്ചിട്ടുള്ളത്? കാളിദാസൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെ നിരസിക്കുന്നത് ജനങ്ങളെ പേടിച്ചിട്ടാണ്. അക്കാര്യം പിന്നീട് ശകുന്തളയെ സമാശ്വസിപ്പിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അശരീരിക്ക് ശേഷം ജനങ്ങളുടെ സമ്മതത്തോടെയാണ് ദുഷ്യന്തൻ ശകുന്തളയെയും പുത്രനായ സർവമതനെയും സ്വീകരിക്കുന്നത് അല്ലേ? ഇപ്രകാരം കാളിദാസനും താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ദാസനായിരുന്നു എന്ന് പറയാനും ആസ്വാദകർ തയ്യാറാവുന്നു അല്ലേ? അപ്പം ഇങ്ങനെയാണ് ജോസഫ് മുണ്ടശ്ശേരി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു എഴുത്തുകാരനെയും അയാൾ ജീവിക്കുന്ന കാലഘട്ടം വല്ലാതെ സ്വാധീനിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ കാളിദാസനായാലും ശരി, ജോസഫ് മുണ്ടശ്ശേരി ആയാലും കുമാരനായാലും നമ്മൾ കുറേ ആൾക്കാരെ പറ്റി ഡിസ്കസ് ചെയ്തു. ആരായാലും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ 1981 ആ ഒരു ലഹളയെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, അത് സമകാലിക പ്രശ്നങ്ങളാണ്. അപ്പോൾ 1981 നടന്ന അന്ന് ജീവിച്ചിരുന്ന എഴുത്തുകാരൻ ആ സംഭവം കാണുമ്പോൾ സമകാലിക പ്രസക്തിയോടെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിറഞ്ഞു. പിന്നീട് അത് സിലബസിലേക്ക് ഉൾപ്പെടുത്തി. നമ്മളിപ്പോൾ 2025 ഇത് പഠിക്കുന്നത്, ഈ വർഷം നമ്മളത് പഠിക്കുന്നതെങ്കിലും അത് നടന്നത് എത്രയോ വർഷം 1981 കാലഘട്ടത്തിലാണ് അല്ലേ? 40 കൊല്ലം മുമ്പ് നടന്ന സംഭവം പിന്നീട് എന്ത് ചെയ്തു? അതൊരു സമകാലിക പ്രസക്തി ഉള്ളതായതുകൊണ്ടും അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ അക്രമങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ള മെസ്സേജ് സമൂഹത്തിന് കൊടുക്കണം. പ്രതികരിക്കാതെ എല്ലാം ഇങ്ങനെ അനുഭവിച്ച് ചവിട്ടും കുത്തും തൊഴിയൊക്കെ കേട്ട് നിൽക്കരുത്, നിങ്ങൾ പ്രതികരിക്കണം എന്നുള്ള മെസ്സേജൊക്കെ സമകാലിക പ്രസക്തി ഉള്ളതാണ്. അപ്പം അത് പണ്ടും പ്രസക്തി ഉണ്ട്, ഇപ്പോഴും പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തും, നമ്മളത് പഠിക്കുന്നു. അപ്പം അങ്ങനെയാണത് വരുന്നത് അല്ലേ? മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരുടെ ഉത്തരവാദിത്തപ്പെട്ടിപ്പോൾ കാളിദാസന് ദുഷ്യൻ തീർത്ത് തന്നോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദുഷ്യന്തനെ കാളിദാസൻ എന്നുള്ള 2 കഥാപാത്രത്തിൻ്റെ ആ ഒരു ഇതും ജോസഫ് മുണ്ടശ്ശേരി ഇതിലൂടെ കാണിച്ചു തരും. അപ്പോൾ ഇതിന് ഇൻട്രൊഡക്ഷനും കണ്ടന്റും കൺക്ലൂഷനും കിട്ടിയെന്ന് മിസ് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പത്രാവിഷ്കരണം നാടകത്തിൽ. പാത്രാവിഷ്കരണം എന്താ? ഈ പാത്രാവിഷ്കരണം കഥാപാത്രം, അതിൻ്റെ കഥാപാത്രത്തിൻ്റെതാണ് പാത്രാവിഷ്കരണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പാത്രാവിഷ്കരണം പാത്രാവിഷ്കരണം നാടകത്തിൽ എം കെ സാനു എന്ന എഴുത്തുകാരനെ എം കെ സാനു ആണ് എഴുതിയത്. എം കെ സാനു ആണ് പാത്രാവിഷ്കരണം എഴുതിയത്. ഇതിൽ എന്താണുള്ളത്? ദീർഘമായി ഈ ലേഖനം 3 ഭാഗങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. ഒന്നാം ഭാഗത്തിൽ ഇതിവൃത്തം, പാത്രസൃഷ്ടി എന്നീ 2 ഘടകങ്ങളിൽ ഏതിനാണ് നാടകത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് വിശകലനം ചെയ്യുന്നു. ഇതിവൃത്ത സംവിധാനം, പാത്രാവിഷ്കരണം, സംഭാഷണ രചന ഇതിനു മുമ്പ് ഘടകങ്ങളെ ആശ്രയിച്ചാണ് നാടകത്തിൻ്റെ ഇവയിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നറിയുക. പാശ്ചാത്യ നാടക നിരൂപണത്തിൽ ഏറ്റവും ശ്രദ്ധേയൻ അരിസ്റ്റോട്ടിലാണ്. പിൽക്കാലത്തെ അതായത് ഈ നിരൂപണത്തിൽ ഏറ്റവും അരിസ്റ്റോട്ടിൽ അറിയാമല്ലോ, ചരിത്രത്തിൻ്റെ പിതാവ് നമ്മൾ വിളിക്കുന്ന അരിസ്റ്റോട്ടിൽ അല്ലേ? അരിസ്റ്റോട്ടിൽ ആരാണ്? ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ? ദ ഫാദർ ഓഫ് ഹിസ്റ്ററി ആണ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ പാശ്ചാത്യ നാടക നിരൂപണത്തിൽ ഏറ്റവും ശ്രദ്ധേയൻ അരിസ്റ്റോട്ടിലാണ്. പിൽക്കാലത്തെ നാടക നിരൂപകരുടെ ശ്രദ്ധ മുഴുവൻ ഈ അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും അരിസ്റ്റോട്ടിനെ ആശ്രയിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു നാടകത്തിൻ്റെ പരമപ്രധാനമായ ഘടകം ഇതിവൃത്തമാണ്. പ്രത്യേക സ്വഭാവമുള്ള ക്രിയയുടെ യുക്തിക്കനുസരിച്ച് ക്രമീകരണമാണ് ഇതിവൃത്തത്തിന് രൂപം നൽകുന്നത്. അപ്പോൾ കഥാപാത്രങ്ങളുടെ ക്രിയകൾ നമ്മുടെ യുക്തിബോധത്തെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആ ക്രിയകൾക്കും പാത്ര സ്വഭാവത്തിനും തമ്മിൽ ബന്ധമുണ്ടായേ പറ്റൂ.
ഷേക്സ്പിയറുടെ മാക്ബത്ത് നാടകത്തെ മുൻനിർത്തി ഇക്കാര്യം വിശകലനം ചെയ്യുകയാണ് ലേഖകൻ. ഷേക്സ്പിയറിലെ മാക്ബത്ത് നിങ്ങൾക്കറിയില്ലേ, അതിനെ മുൻനിർത്തിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കാളിദാസൻ്റെ ജോസഫ് മുണ്ടശ്ശേരിയാണിത് വിശദീകരിക്കുന്നത്. ഓക്കെ.